ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് ആസ്വദിക്കുന്നതിനകത്തും വ്യത്യാസമുണ്ട്. ഒരു കാര്യം തന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാം. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, എന്തുകൊണ്ട് ചില ആൾക്കാർ വാഗൊണ്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, എന്താണ് അതിൻ്റെ പ്രത്യേകത, നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ഫാൻറ്റസികൾ, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള കാര്യമാണ്. മിക്കവാറും എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി രീതി ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി അത് ചെയ്യാൻ സാഹചര്യമില്ലെങ്കിൽ ഭാവനയെ കൂടെ കാണാറുണ്ട്. വെറൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് വാഗൊണ്ട് ചെയ്യുന്ന രീതിയായിരിക്കും. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു പ്രത്യേക സ്നേഹത്തിൻ്റെ, കാമപ്രകടനത്തിൻ്റെ സൂചനയാണ്. ഇതിലൊക്കെ ഉപരിയായി അവർക്കിതിനോട് തീവ്രമായൊരിഷ്ടമുണ്ട്, പങ്കാളിയോടൊരു വിധേയത്വമുണ്ട്. ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരാളിൻ്റെ ലക്ഷണമാണ് ഇത് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. പങ്കാളി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അവരോട് കൂടുതൽ ഫ്രീ ആയിട്ട് പെരുമാറാനും എന്ത് വേണമെങ്കിലും സംസാരിക്കാനും സ്വതന്ത്രമായിട്ട് ഇടപെടാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ശാരീരിക മാനസിക അടുപ്പമുണ്ടല്ലോ, ഈ രീതിയിൽ കൂടി വളരെയേറെ വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റും ചെയ്യിപ്പിക്കുന്നവരുടെ മൈൻഡ് സെറ്റും രണ്ടും രണ്ടായിരിക്കും. ആക്ച്വലി ലൈംഗികതയിൽ രണ്ട് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുണ്ട്. ഇത് രണ്ടിൻ്റെ എനർജി ലെവൽ വ്യത്യസ്തമാണ്. ഒന്നൊരു വിധേയത്വത്തിൻ്റെ ഭാവമാണ്, മറ്റൊന്ന് പരുക്കനായ ഭാവമാണ്. മിക്കവാറും നമ്മൾ ചെയ്യുന്ന എല്ലാ പൊസിഷനും ഇതിലേതെങ്കിലും ഒരു രീതിയെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, മുകളിൽ കയറി ചെയ്യുന്നത് ആരാണോ അവർക്കാണ് ആധിപത്യം കൂടുതൽ. അവരുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ നിയന്ത്രണം കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഡോഗി പോസ് ചെയ്യുമ്പോഴും നിൽക്കുന്ന ആളാണ് നിയന്ത്രിക്കുന്നത്. ചില പുരുഷന്മാർ ഈ സമയത്ത് പങ്കാളിയോട് കുറച്ച് പരുക്കനാകാറുണ്ട്. ചില സ്ത്രീകൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് എനർജി ലെവലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്നതിനകത്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ റോള് ചെയ്യുന്നത് ചുണ്ടുകളാണെങ്കിലും നാവിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ചില ആൾക്കാർക്ക് സാധാരണ രീതി ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ രീതി ചെയ്യിപ്പിക്കാനാണ്. കാരണം മറ്റൊന്നുമല്ല, നാവിൻ്റെ പല രീതിയിലുള്ള പ്രയോഗം തന്നെ. അതുപോലെ ഇതിൻ്റെ തുടക്കത്തിലും അവസാന ഘട്ടത്തിലും നാവിന് കുറേ ജോലികളുണ്ട്. ചില ആൾക്കാരുടെ ഫോർപ്ലേ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ആക്ച്വലി എന്തുകൊണ്ടാണ് ലൈംഗികത ഇഷ്ടപ്പെടുന്ന കൂടുതൽ പേരും ഈ ഒരു രീതി തിരഞ്ഞെടുക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ബ്രെയിന് കിട്ടുന്ന ആകാംക്ഷയുണ്ടല്ലോ, അത് വളരെ കൂടുതലാണ്. തന്നെയല്ല, ഇതിനകത്ത് ശരീരം കൊണ്ട് വലിയ അധ്വാനമൊന്നും വരുന്നില്ല. തന്നെയല്ല, യോനിയിൽ നിന്ന് കിട്ടുന്ന അതേ എഫക്റ്റ് ഇവിടെ കിട്ടുകയും ചെയ്യും, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, പല സാഹചര്യത്തിലും ഈ ഒരു രീതിയെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഫിസിക്കലായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ പങ്കാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മെത്തേഡ് ചെയ്ത് തൃപ്തി വരുത്താമല്ലോ. തന്നെയല്ല, അതിൻ്റെ രൂപത്തിന് വരുന്ന മാറ്റം നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് കൂടുതൽ എന്താണോ ഇതേക്കുറിച്ച് സങ്കല്പിക്കുന്നത് അതനുസരിച്ച് ചെയ്യാനാ എല്ലാവർക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് ഈ രീതിയോട് പൊതുവേ താല്പര്യമില്ല. കാരണം അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ ഒരു മെത്തേഡും മോശമായിട്ടുള്ളതില്ല കേട്ടോ. പങ്കാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ ഏത് മെത്തേഡ് സ്വീകരിക്കാം. യഥാർത്ഥത്തിൽ നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം മറ്റൊരാൾ ചെയ്തു തരുമ്പോഴാണല്ലോ നമുക്ക് ആ വ്യക്തിയോട് പ്രത്യേക അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്നത്. അതുപോലെ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളുടേതായ രീതി ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. ഇത് പങ്കാളിക്കുള്ള അടുപ്പം കൂട്ടും. ഒരുപക്ഷെ ചെയ്യുന്ന സമയത്തുള്ള ചില പ്രത്യേക രീതികളായിരിക്കാം, അല്ലെങ്കിൽ സംസാരമായിരിക്കാം, നോട്ടമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഈ കാര്യത്തിൽ നിങ്ങളുടേതായ ഒരു ശൈലി ഉണ്ടാക്കുക. ഇത് പങ്കാളികളുടെ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കും. മറ്റൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ രീതി ചെയ്യുമ്പോൾ പലരും വിചാരിക്കുന്നത് വലിപ്പത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, വ്യക്തിക്കാണ് പ്രാധാന്യം. ഇവിടെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വ്യക്തിത്വമാണ് പ്രധാനം. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വലിപ്പവും രൂപവും നിറവും ഒക്കെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ നമുക്കൊരാൾ പ്രിയപ്പെട്ടതാകുന്നതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുണ്ട്.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.